വിശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ ഒന്നാം ഭാഗത്തിൽ വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് സത്യഭാമ. തുടർന്ന് ശാലിനിയോട് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് ശാലിനി പറയുന്നു. പിന്നീട് ശാരദാമ്മയോടും ചോദിക്കുകയാണ് സത്യഭാമ. അതിനുശേഷം ശാരികയോട് ചോദിക്കുകയാണ്, നിന്റെ സാമർഥ്യമാണോ ഈ കല്യാണത്തിന് പിന്നിലെന്നും. അല്ല സത്യാമ്മേ, അമ്പലത്തിലെത്തിയപ്പോഴാണ് കല്യാണമാണെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശാരിക. തുടർന്ന് രാജീവിനോടും രാജീവെ നീയാണോന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല സത്യാമ്മയെന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ എല്ലാവരോടും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, പിന്നെ ആരെങ്കിലും മുൻകൈ എടുക്കാതെ ഈ കല്യാണം നടക്കുമോ? പിന്നെ ആരാണെന്ന് പറയണമെന്ന് ഉച്ചത്തിൽ സത്യാമ്മ ചോദിക്കുമ്പോൾ എന്തോ പറയാനായി ശാലിനി ഒരുങ്ങുമ്പോൾ ശാലിനിയുടെ കൈതെടുത്ത് ശാരദാമ്മ വേണ്ട എന്ന് പറയുകയാണ്. വീണ്ടും സത്യഭാമ പറയുകയാണ്, ഈ കൂട്ടത്തിൽ ആരോ ഒരാളാണ്, ആരാണെന്ന് പെട്ടെന്ന് പറഞ്ഞോ? അന്നേരം അകത്തേക്ക് വന്ന് വിഷ്ണു പറയുകയാണ്, അവരാരുമല്ല ഈ കല്യാണം നടത്തിയത്, ഞാനാണ്. സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് വിഷ്ണു പറയുകയാണ്, ഞാനാണ് ഈ കല്യാണം നടത്തിയത്. അന്നേരം നീയോ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അടിക്കുകയാണ് ഭാമ. വിഷ്ണുവിനെ അടിക്കുന്നത് കണ്ട് ഭാമയെന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. അയ്യോന്ന് ശാരദാമ്മയും വെക്കുന്നു. തുടർന്ന് വിഷ്ണു അമ്മയെന്ന് വിളിക്കുമ്പോൾ അല്ലടാ, അമ്മയല്ല സത്യഭാമ, നിന്റെ അമ്മയല്ല, നാടിനും വീടിനും വേണ്ടി നീതി നടപ്പാക്കുന്ന സത്യഭാമയാണ് ഇപ്പോൾ നിന്റെ കവിളത്ത് ഈ സമ്മാനം തന്നത്. സത്യഭാമയ്ക്ക് എരികൂട്ടാൻ വേണ്ടി സുസ്മിതയും പറയുകയാണ്, ഇപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായില്ലേ വിഷ്ണുവേട്ടൻ ഇപ്പോൾ ഇവളുടെയും ഇവളുടെ കുടുംബത്തിനും വേണ്ടിയാണ് വിഷ്ണുവേട്ടൻ ജീവിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഈ ചായക്കടക്കാരിയുടെ മകളുടെ കല്യാണം നടത്തിക്കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതും ഒളിവിലും മറവിലും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അധിക്ഷേപിക്കുകയാണ് സുസ്മിത. ഭാമാൻറ്റിയുടെ വീടിൻ്റെ ആധാരമെടുത്ത് പണയം വെച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവർ പറഞ്ഞിട്ട് കാൽച്ചുവട്ടിലെ മണ്ണുകൂടി ഇളക്കിയെടുത്ത് വിറ്റ് കഴിഞ്ഞിട്ടേ ഭാമാൻറ്റി വിവരമറിയൂ എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സുസ്മിതയെന്ന് ഉറക്കെ വിളിച്ച് സുസ്മിതയ്ക്ക് നേരെ കൈ ചൂണ്ടുകയാണ് വിഷ്ണു. സുസ്മിതയെ വേണ്ടാന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അമ്മേ, ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചവരാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ സ്നേഹിച്ചപ്പോൾ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്കൊന്നും അവരുടെ മനസ്സിലേക്ക് വന്നില്ല. കല്യാണം എന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കണക്ക് പറച്ചിലും വീതം വയ്ക്കലും ഒക്കെയായി. കഥയിലെ നായകനും നായികയും ഒക്കെ ആയിട്ടും മൂകസാക്ഷികളായിട്ട് കാര്യം വന്നപ്പോൾ ഇവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ കല്യാണ പന്തലിലൊക്കെ നടക്കുന്നത്. വണ്ടി ഇടിച്ച് കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത കാരണവന്മാർ കല്യാണ പന്തലിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമെന്ന് കൃഷ്ണൻകുട്ടി അമ്മാവനെ നോക്കി പറയുകയാണ് വിഷ്ണു. എന്നിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് പിന്നെ കാര്യങ്ങൾ. ഒന്നിച്ച് ജീവിക്കേണ്ട ആണും പെണ്ണുമോ നോക്കുകുത്തികൾ. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് വേണ്ടി വന്ന കല്യാണം വരെ മുടക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ ജീവിതം ബാക്കിയാവുന്നത് ഈ സ്നേഹിച്ചവരുടെ മാത്രമാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി അമ്മാവൻ വിജയലക്ഷ്മിയെ നോക്കുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്ക് നേരെ വിഷ്ണു പറയുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം മുടങ്ങിയതിന് അമ്മയ്ക്കൊരു വ്യക്തമായ പങ്കുണ്ട്. സത്യഭാമ ഒന്ന് നോക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, സോറി, സത്യത്തിനും നീതിക്കും വേണ്ടി ഇപ്പോൾ എൻ്റെ കവിളത്ത് കൈവച്ച സത്യഭാമയ്ക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഭാമ. അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കല്യാണ പന്തലിൽ നിന്നും സ്വപ്നങ്ങൾ ചിതറിയ ഒരു പെണ്ണ്, ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം പെണ്ണിനോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ഒരു പുരുഷൻ, അവരുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രണ്ടിലൊരാൾ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ? അത് മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടുപേരെയും ഒന്നിക്കാനായിട്ട് ഞാൻ ഈ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയത്. വിഷ്ണുവിൻ്റെ സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വിജയലക്ഷ്മി. വീണ്ടും വിഷ്ണു പറയുകയാണ്, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ അമ്മ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം ഇതിനേക്കാൾ ഉയരത്തിലായേനെ. അമ്മയെ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരിക്കലും പിരിയിക്കരുത്. അമ്മ എന്തുമാത്രമാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെയല്ലേ മറ്റുള്ളവരും? എല്ലാം കേട്ട് അഭിപ്രായം പറയാനായി അതിന് വിഷ്ണുവേട്ടൻ എന്ന് സുസ്മിത പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതെ, ഇനി ഒരക്ഷരം മിണ്ടരുത്, നീ അകത്ത് പോ. അത് അങ്കിളെന്ന് വീണ്ടും സുസ്മിത വിളിക്കുമ്പോൾ നിന്നോട് അകത്ത് പോകാനാണ് പറഞ്ഞത്, പോകാനെന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഘവൻ നായർ. അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് സുസ്മിത. തുടർന്ന് അമ്മാവൻ വിഷ്ണുവിനോട് പറയുകയാണ്, മോനെ, നിന്റെ പ്രഭാഷണമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പള്ളി പ്രസംഗത്തിലോ അമ്പലത്തിലോ ഒക്കെ ഇത് പറയാം, പക്ഷേ ജീവിതത്തിൽ അത് പറ്റില്ല. തല നരച്ചവർ പറയുമ്പോൾ ചൊടിച്ചെന്നിരിക്കും. പക്ഷേ അത് മനസ്സിലാകണമെങ്കിൽ അവരുടെ പ്രായം എത്തേണ്ടി വരും. ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അതിൽ ഏതാ നെല്ല് ഏതാ പതിര് എന്നൊക്കെ തിരിച്ചറിയാനേ ഈ ചെറുപ്രായത്തിൽ പറ്റില്ല. അനുഭവ പരിചയമുള്ളവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ വെറുപ്പ് തോന്നിയെന്ന് വരും എന്നൊക്കെ വിഷ്ണുവിനോട് പറയുകയാണ് അമ്മാവൻ.
അന്നേരം ഇതൊന്നും ഇഷ്ടപ്പെടാതെ വിഷ്ണു നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അങ്ങനെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട കൃഷ്ണൻകുട്ടി, എന്തായാലും കല്യാണം നടന്നില്ലേ, ഇനി ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണ്ടേ? അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാനൊന്നും പറ്റില്ല. 30 പവൻ തരാമെന്നാണ് ഇവർ വാക്ക് പറഞ്ഞിരുന്നത്. ഇനി അതൊക്കെ ആര് തരും? ഇത് കേട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, വിജയലക്ഷ്മി, സ്വർണമാണോ വലുത്? കുട്ടികളുടെ ജീവനല്ലേ? സ്വർണമാണ് സാർ പ്രധാനം. ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചപ്പോൾ സത്യാമ്മയുടെ വേവലാതിയും വെപ്രാളവുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാണ് പ്രധാനം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആദർശത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പട്ടിണി കിടക്കുന്ന പെണ്ണിനോട് ഞാൻ കുറച്ച് സ്നേഹം തരാമെന്ന് പറഞ്ഞാലേ അവളുടെ വയറ് നിറയില്ല. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ മകനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അവനിപ്പോൾ UGC ശമ്പള സ്കെയില് ഉള്ളതാണ്. ഇവർ പറഞ്ഞ 30 പവനെ അത് കുറവാണ്. ഇവർ വാക്ക് പറഞ്ഞതാണ്, അതെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ് വിജയലക്ഷ്മി. വീണ്ടും വിജയലക്ഷ്മി എല്ലാവരോടുമായി ചോദിക്കുകയാണ്, അല്ല, ആര് തരും ഈ 30 പവൻ? സത്യാമ്മയും പറയണം. സത്യാമ്മയുടെ മകനല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്? അന്നേരം വിഷ്ണു പറയുകയാണ്, മകൻ വരുത്തി വെച്ചതാണെങ്കിലേ മകൻ തന്നെ തരും. എല്ലാവരും അത് കേട്ടൊന്ന് അമ്പരന്ന് നിൽക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ മുമ്പിലേക്ക് വന്ന് വിഷ്ണു പറയുകയാണ്, അതെ, ഞാൻ തന്നെ തരും ഈ 30 പവൻ. കൊള്ളാം, ആരെങ്കിലും ഏറ്റെടുക്കാൻ ഉണ്ടായാൽ മതിയെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, വിഷ്ണു ഏറ്റില്ലേ, ഇനി ശാരികയും കൂട്ടി പോകാൻ നോക്ക് വിജയലക്ഷ്മി. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, അതെങ്ങനെ ശരിയാകും രാഘവൻ സാറേ? 30 പവൻ ആദ്യം പടിക്കകത്ത്, പിന്നെ ശാരിക, അതേ ശരിയാകൂ. വിജയലക്ഷ്മിയുടെ തീരുമാനത്തിൽ എല്ലാവരും ഒന്ന് അമ്പരന്ന് നിൽക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ്, മനസ്സിലായില്ലേ, ആദ്യം 30 പവൻ കൊണ്ടുവന്നാലേ ശാരികയെ ആ വീട്ടിനകത്തേക്ക് കയറ്റൂന്ന്. അപ്പോൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് വാ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് വിജയലക്ഷ്മി. എന്നിട്ട് രാജീവിനോട് ചോദിക്കുകയാണ്, എന്താ നീ വരുന്നില്ലേ? എൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവളെയും കൂട്ടി വരാനാണെങ്കിൽ 2 ശവം തെക്കോട്ടെടുക്കാം. കർമ്മം ചെയ്യാനെങ്കിലും എൻ്റെ മകൻ വരണം, വേറെ ആരുമില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ശാരികയൊന്ന് നോക്കിയിട്ട് പോവുകയാണ് അമ്മയും അമ്മാവനും. സങ്കടത്തോടെ ശാരികയെ നോക്കിയിട്ട് രാജീവ് പോകാൻ തുടങ്ങുമ്പോൾ പിറകെ ചെല്ലുകയാണ് ശാരിക. എന്നിട്ട് പറയുകയാണ്, സാർ, ഇനി എന്നെ ഉപേക്ഷിച്ച് കളയരുത്, എങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അന്നേരം അവരുടെ അടുത്തേക്ക് ശാലിനിയും വിഷ്ണുവും ശാരദാമ്മയും ഒക്കെ വരികയാണ്. രാജീവ് പറയുകയാണ്, എല്ലാം ശരിയാക്കാം ശാരികെ. എല്ലാവരും കൂടി പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ആബ്സെൻറ്റ് മൈൻഡ് ആയെന്നേ ഉള്ളൂ. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ലടോ, താൻ വലിയ മനസ്സുള്ള ഒരാളാണ്. എല്ലാവർക്കും അതിനൊപ്പം എത്താൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അന്നേരം കാറിനടുത്ത് നിൽക്കുന്ന വിജയലക്ഷ്മി, രാജീവേ, നീ വരുന്നുണ്ടോ അതോ എന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടു കൂടി ശാരികയോട് യാത്ര ചോദിക്കുകയാണ് രാജീവ്. കാറിനടുത്ത് ചെന്ന ശേഷം വീണ്ടും രാജീവ് തിരിഞ്ഞെരിഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറിടാന്നും പറഞ്ഞ് രാജീവിനെ കാറിനകത്തേക്ക് പിടിച്ചു കയറ്റുകയാണ് വിജയലക്ഷ്മി. എന്നിട്ട് ബാക്ക് സീറ്റിൽ നിന്നും അവളുടെ ഒരു ബാഗ് എന്നും പറഞ്ഞ് ശാരികയുടെ ബാഗ് എടുത്ത് അവരുടെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് പോവുകയാണ് വിജയലക്ഷ്മി. ശാരിക ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാം ശരിയാകും ചേച്ചിയെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. അന്നേരം വിജയലക്ഷ്മി ദേഷ്യത്തോടെ പറയുകയാണ്, വാ ഇറങ്ങ്, നമുക്ക് പോകാം. അമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, പെരുവഴിയിൽ ഉപേക്ഷിച്ച് അങ്ങനെ പോകാൻ പറ്റുമോ? കല്യാണം നടത്തിയവരാരെങ്കിലും ഇവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? അന്നേരം അത് കേട്ട് സങ്കടത്തോടെ അമ്മയെ ഞാനെന്നൊക്കെ വിഷ്ണു എന്തോ പറയാൻ തുടങ്ങുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ശാരികയും പിടിച്ച് അവിടെ നിന്നും പോവുകയാണ് ശാരദാമ്മ. അമ്മയും ചേച്ചിയും പോകുന്നത് കണ്ണു നിറഞ്ഞ് നോക്കി നിന്ന ശേഷം വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുകയാണ് ശാലിനി. ഇനി തൃപ്തിയായോ ഇയാൾക്ക്? എല്ലാം വരുത്തി വെച്ചത് ഇയാൾ ഒറ്റ ഒരാളാണ്. അന്നേരം ദേഷ്യത്തോടെ തന്നെ വിഷ്ണു പറയുകയാണ്, അല്ല, ഇനി ഇതും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അത് പറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. അന്നേരം പുറത്തു നിൽക്കുന്ന വിഷ്ണു കല്യാണം നടത്തിക്കൊടുത്തതും പിന്നീട് കുടുംബശ്രീ വീട്ടിൽ അവരെ കൊണ്ടുവന്നതും ഒക്കെ ഓർക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഹാളിലേക്ക് നോക്കിയിട്ട് എല്ലാവരും വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയാണ് വിഷ്ണു. പെട്ടെന്ന് സത്യഭാമ വിളിക്കുകയാണ്, വിഷ്ണു ഒന്നിങ്ങോട്ട് വന്നേ. വിഷ്ണു ഭാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുസ്മിതയെ അതിങ്ങ് എടുത്തുകൊണ്ട് വാന്ന് പറയുകയാണ് ഭാമ സുസ്മിതയോട്. അന്നേരം ഒരു ബാഗുമായി വരികയാണ് സുസ്മിത. അതിൽ നിന്നും ക്യാഷ് എടുത്ത് കാണിച്ചിട്ട് ഭാമ പറയുകയാണ്, ദാ 15 ലക്ഷം രൂപയുണ്ട്. വിജയലക്ഷ്മി ചോദിച്ചതിനേക്കാൾ കൂടുതലുണ്ട്. ഇതവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. ഈ പേരും പറഞ്ഞ് ഈ വീട്ടുപടിക്കൽ ഇനി ആരും വന്ന് കുരയ്ക്കാൻ ഇടവരരുത്. കുറ്റം സത്യഭാമ ചെയ്തതല്ലെങ്കിലും എന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എനിക്കിത് വേണ്ടമ്മേ. അതെന്താ വേണ്ടാത്തതെന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ്, ഒരിക്കൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പണമെടുത്തു.
എൻ്റേതാണെന്ന അവകാശത്തോടുകൂടി. അമ്മയ്ക്കത് ഓർമ്മയുണ്ടോ? അന്നേരം ഭാമ അന്ന് വിഷ്ണു ശാലിനിക്ക് കൊടുക്കാനായി പണമെടുത്തു കൊണ്ടുവന്ന സംഭവങ്ങൾ ഓർക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും ഒന്നാം ഭാഗം അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്